Namaste, welcome to my classroom, Design of Concrete Structures 2, CE 304. For semester 6, Civil Engineering students, KTU. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 6. Today's topic, Analysis of Prestressed Concrete Beams, Problems. Module 6, Prestressed Concrete, Problems. Analysis of Prestressed Beam, Problems. Question number 2. Determine the extreme fiber stresses developed at the midspan section of a simply supported prestressed concrete beam of a rectangular section 250 mm by 600 mm. 250 mm by 600 mm prestressed using high tensile steel of cross-sectional area 1000 mm square. 1000 mm square. Stressed to 1500 Newton per mm square. 1500 Newton per mm square. The center of gravity of the steel is 150 mm above the soffit of the beam. The superimposed load is 16 kilo Newton per meter. The span of the beam is 12 meter. 2. Draw the stress diagram at the midspan. Question clear ayo? Determine the extreme fiber stresses developed at the midspan of the section of a simply supported prestressed concrete beam of a rectangular cross-section 250 mm by 600 mm. 250 mm by 600 mm ഉള്ള rectangular prestressed simply supported ആയിട്ടുള്ള ഒരു ബീമിന്റെ അനാലിസിസ് അതിന്റെ എക്സ്ട്രീം ഫൈബർ സ്ട്രെസ്സസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അവിടെ യൂസ് ചെയ്തേക്കുന്ന ഹൈ ടെൻസൈൽ സ്റ്റീൽ ആണ്. അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 1000 mm സ്ക്വയർ. അത് സ്ട്രെസ്ഡ് ടു 1500 Newton per mm square. CG of the steel 150 mm above the soffit of the beam. ബീമിന്റെ സോഫിറ്റിൽ നിന്ന് 150 mm മാറിയിട്ട്. സൂപ്പർഇമ്പോസ്ഡ് ലോഡ് 16 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സ്പാൻ 12 മീറ്റർ. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഡയഗ്രാം കൂടി വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സൊല്യൂഷനിലേക്ക് നീങ്ങാം. സൊല്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഫിഗർ വരയ്ക്കാമേ. റെക്ടാങ്കുലർ സെക്ഷൻ ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഓക്കെ, സ്പാൻ നമുക്ക് തന്നിട്ടുണ്ട് 12 മീറ്റർ. 12 മീറ്റർ സ്പാൻ. ഓക്കെ, ക്രോസ് സെക്ഷൻ വരയ്ക്കാം. 250 mm width, depth 600 mm. So this is 600 mm. Okay, soffit ഇതാണ് soffit. Okay, ഇനി this is CGC. ഇനി പറഞ്ഞേക്കുന്ന ഹൈ ടെൻസൈൽ സ്റ്റീൽ ആണ്. അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 1000 mm സ്ക്വയർ. 1000 mm സ്ക്വയർ ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റീൽ. സോ ഏരിയ ഓഫ് സ്റ്റീൽ ഗിവൺ ഡേറ്റ 1000 mm സ്ക്വയർ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് സ്ട്രെസ്ഡ് ടു 1500. Stress in steel 1500 Newton per mm square. Okay, the CG of the steel, that means CGS is 150 mm above the soffit. Soffit in 150 mm മാറിയിട്ട്. സോ നമ്മുടെ ഹൈ ടെൻസൈൽ സ്റ്റീൽ ഇതാണ്. ഓക്കെ, ടെൻഡൻ. സോഫിറ്റിന്ന് 150 mm
മാറിയിട്ടാണ് നമ്മുടെ CG. That means CGS. The superimposed load. Superimposed load 16 kilonewton meter. Span 12 meter. Okay, നമുക്കിനി വർക്കൗട്ട് ചെയ്യാം. സോ നമുക്ക് എക്സ്ട്രീം ഫൈബർ സ്ട്രെസ്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് റെക്ടാംഗുലർ ആണെന്ന് മനസ്സിലായി. CG കൂടി അല്ല പോകുന്നത്. സോ കോൺസെൻട്രിക് ടെൻഡൻ അല്ല, എക്സെൻട്രിക് ടെൻഡൻ ആണെന്ന് മനസ്സിലായി. സോ നമുക്കിപ്പോൾ ഡയഗ്രാം കിട്ടി. സോ നമുക്കിനി വർക്ക്ഔട്ട് ചെയ്യാം. സ്പാൻ ഉണ്ട്, സ്പാൻ എല്ലാം ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് P ഈക്വൽ ടു എന്താ? സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ. സ്ട്രെസ് എത്രയാണ്? 150. 150 ഇൻറ്റു ഏരിയ എത്രയാണ്? 1000. ദാറ്റ് മീൻസ് 150 ഇൻറ്റു 10⁴ ന്യൂട്ടൺ. സോ നമുക്ക് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കിട്ടി. ഇനി എന്താ? പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കിട്ടി. നമുക്ക് ഇക്വേഷൻ എഴുതാം. സ്ട്രെസ്സസ് at top extreme fiber. ഓക്കെ, നമ്മുടെ ഡയഗ്രാം എങ്ങനെയാ വരുന്നത്? ക്രോസ്, ദിസ് ഇസ് P by A plus P into E by Z, P by Z, negative, positive, then external sagging moment plus negative M by Z, then final diagram, net diagram, this. Okay, clear. So equation like this: P by A minus P into E by Z plus M by Z. Then stresses at bottom extreme fiber, P by A plus P into E by Z minus M by Z. Okay, ഇനി നമുക്ക് this is pre-stressing force. നമുക്ക് P എത്ര കിട്ടി? 150, this one 150 into 10⁴. Okay, P 150 into 10⁴. Then ഇവിടെ എഴുതാം. P equal to 150 into 10⁴ ന്യൂട്ടൺ. പിന്നെ ഏരിയ ഓഫ് കോൺക്രീറ്റ് എത്രയായിരുന്നു നമ്മളുടെ ക്രോസ് സെക്ഷൻ? 250 into 600. 250 into 600 എത്ര കിട്ടുന്നത്? യെസ്, 150,000 mm². ദെൻ ഈ എക്സെൻട്രിസിറ്റി വേണം. എക്സെൻട്രിസിറ്റി ഈ നമുക്ക് എന്താ? സോഫിറ്റിന്ന് CGS വരെ 150 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എക്സെൻട്രിസിറ്റി ഏതാ? ദിസ് ഈസ് E. സോ നമുക്ക് ഫുൾ ഡെപ്ത് 600 ആണ്. ഇവിടെ ദിസ് ഈസ് E. ഓക്കെ, 600 ആണ്. അതിന്റെ ഹാഫ് 300 മൈനസ് ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാ? 150. സോ നമുക്ക് എക്സെൻട്രിസിറ്റി 150 mm. E ഈക്വൽ ടു 150 mm. ഇനി നമുക്ക് എന്താ? M കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ആദ്യം W കാൽക്കുലേറ്റ് ചെയ്യാം. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. ഡെഡ് ലോഡ് നമുക്ക് ഗിവൺ ഡേറ്റ ആണോ? അല്ല, ഡെഡ് ലോഡ് നമുക്ക് കണ്ടുപിടിക്കാം. യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് 24 kN/m³ ഇൻറ്റു ക്രോസ് സെക്ഷൻ എന്താ? 250 by 600. ദാറ്റ് ഈസ് 0.25 ഇൻറ്റു 0.6. എത്ര കിട്ടി? യെസ്, 3.6 kN/m. സോ നമുക്ക് ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കാം. ഡെഡ് ലോഡ് 3.6, ലൈവ് ലോഡ് ഗിവൺ ഡേറ്റ ആണ് 16, സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് 16. ഓക്കെ, എത്ര വന്നു? യെസ്, 19.6
കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സോ നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എം ഈക്വൽ ടു സിംപ്ലി സപ്പോർട്ടഡ് ആണ്, മാക്സിമം സെന്റർ W L സ്ക്വയർ ബൈ 8. W എത്രയാ? 19.6 ഇൻറ്റു L സ്പാൻ 12 മീറ്റർ, 12 സ്ക്വയർ ബൈ 8. യെസ്, 352.8 കിലോ ന്യൂട്ടൺ മീറ്റർ. 352.8 kilo Newton meter or 352.8 into 10 raised to 6 Newton mm. നമുക്ക് ഇനി വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് സ്ട്രെസ്സസ് അറ്റ് ടോപ്പ് ഇക്വേഷൻ എന്താ? P by A. P എത്രയായിരുന്നു? 150 into 10 raised to 4 divided by area 150000 minus again P 150 into 10 raised to 4 into E 150 divided by Z. Z നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. ഓക്കെ, Z കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്ഷൻ മുകളിൽ Z ഈക്വൽ ടു ബി ഡി സ്ക്വയർ ബൈ 6. ബി എത്രയായിരുന്നു? 250. ഡി എത്രയായിരുന്നു? 600 സ്ക്വയർ ബൈ 6. യെസ്, 15 into 10 raised to 6 mm cube. ഓക്കെ, 15 into 10 raised to 6 plus M. M എത്രയായിരുന്നു? 352.8 into 10 raised to 6 Newton mm divided by Z. 15 into 10 raised to 6. 15 into 00 15 15000000. ഓക്കെ, എത്ര കിട്ടി? ആൻസർ യെസ്, 18.52 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ടോപ്പ് ഫൈബറിലെ ടോപ്പ് എക്സ്ട്രീം ഫൈബറിലെ ആൻസർ 18.52 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ദെൻ സ്ട്രെസ് അറ്റ് ബോട്ടം ഫൈബർ എന്തായിരുന്നു? P by A plus P into E by Z minus M by Z. Again നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 150 into 10 raised to 4 by 150000 plus P 150 into 10 raised to 4 into E. Eccentricity 150 നമുക്ക് വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ടോട്ടൽ 600, അതിൽ നിന്ന് 300 വരും, ഹാഫ്. ഇത്രയും 300 ആണ്. സോഫിറ്റിന്ന് മുകളിലേക്ക് 150 ആണ്. 300 minus 150 it is 150. Then by P into E divided by Z 15 into 10 raised to 6. ഇനി എന്താ? മൈനസ് M. M എത്രയായിരുന്നു? 352.8 into 10 raised to 6 Newton mm divided by Z 15 into 10 raised to 6. എത്ര കിട്ടി? ടപ്പേ ആയിക്കോട്ടെ. യെസ്, 1.48 Newton per mm square. 1.48 Newton per mm square. 1.48 Newton per mm square. സോ നമ്മൾ എക്സ്ട്രീം സ്ട്രെസ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. എക്സ്ട്രീം ഫൈബർ സ്ട്രെസ്സസ് at top and at bottom. At top 18.52 Newton per mm square. At bottom 1.48 Newton per mm square. നമുക്ക് ക്വസ്റ്റ്യനകത്തിന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രോ ദ സ്ട്രെസ് ഡയഗ്രം അറ്റ് മിഡ് സ്പാൻ. സോ നമുക്ക് സ്ട്രെസ് ഡയഗ്രം വരയ്ക്കണം. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം. ഓക്കെ, ക്രോസ് സെക്ഷൻ ക്ലിയർ അല്ലല്ലേ? ക്രോസ് സെക്ഷൻ. ഓക്കെ, then this is P by A positive. then eccentric ആണ്, സോ നമ്മൾക്ക് ഹോഗിങ് വരും. മൈനസ് പോസിറ്റീവ്.
P into E by Z. P into E by Z. Okay. Plus sagging moment. ചരിഞ്ഞുപോയി. പോസിറ്റീവ് നെഗറ്റീവ് M by Z equal to final moment. സോ നമുക്കിനി കിട്ടണം P by A എത്രയാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ഈ വാല്യൂ, ദിസ് വാല്യൂ P by A വാല്യൂ എത്ര കിട്ടുന്നതെന്ന് നോക്കണേ. യെസ് 10 വരും. ഇറ്റ് ഈസ് 10 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. P into E by Z എത്ര വരും? യെസ് 15. Its value is 15. Then M by Z എത്ര വരുന്നത്? യെസ് 23.52. സോ 10 നോക്കാം. 10 മൈനസ് 15 പ്ലസ് 23.52 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 18.52. പോസിറ്റീവ്. ദെൻ ഡൗൺവേർഡ് എത്ര? പോസിറ്റീവ് 1.48. 18.52 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. 1.48 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. പോസിറ്റീവ്. ഓക്കെ, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ക്ലിയർ ആയല്ലോ. നമുക്ക് എക്സ്ട്രീം ഫൈബർ സ്ട്രെസ് ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഹൈ ടെൻസൈൽ സ്റ്റീലാണ് യൂസ് ചെയ്ത്. അതിന്റെ ഏരിയ തന്നിട്ടുണ്ടായിരുന്നു, സ്ട്രെസ് തന്നിട്ടുണ്ടായിരുന്നു. സോഫിറ്റിന്ന് 150 mm അബോവ് ആയിട്ടാണ് സ്റ്റീലിന്റെ CGS ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് എക്സെൻട്രിസിറ്റി കാണാൻ എളുപ്പമായി. സൂപ്പർ ഇമ്പോസ് ലോഡ് തന്നിട്ടുണ്ടായിരുന്നു, സ്പാനും തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഏരിയ വെച്ചിട്ട് ഏരിയ ഓഫ് സ്റ്റീലും സ്ട്രെസ്സും വെച്ചിട്ട് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എക്സെൻട്രിക് ടെൻഡൻ ആണ്. സോ നമ്മുടെ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തു. ഇക്വേഷൻ P by A മൈനസ് P into Z പ്ലസ് M by Z ഉം ബോട്ടത്തിൽ P by A പ്ലസ് P into E by Z മൈനസ് M by Z. രണ്ട് കണ്ടീഷനും രണ്ട് ഇക്വേഷൻസും അപ്ലൈ ചെയ്തു. ടോപ്പ് ഫൈബറിൽ 18.52 ന്യൂട്ടൺ പെർ mm സ്ക്വയർ സ്ട്രെസ് കിട്ടി. ബോട്ടം ഫൈബറിൽ 1.48 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടി. നമ്മൾ ഡയഗ്രാം വരച്ചു. ഇനി ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ K2 സിലബസ് പ്രകാരം K2 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ്. സോ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക, വീഡിയോ കണ്ട് നോട്ട് എഴുതി തന്നെ ചെയ്ത് പഠിക്കണം. ഹാവ് എ നൈസ് ഡേ.